എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു ചിക്കൻ കറിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി കുക്കറിൽ വെച്ചിട്ട് എങ്ങനെയാണ് 2 വിസിലടിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. അത് നല്ല കുറുകിയ ഗ്രേവിയോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചപ്പാത്തി, പൊറോട്ട, വെള്ളാപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് വളരെ രുചികരമായിട്ട് കഴിക്കാം. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 900 ഗ്രാം ചിക്കനാണ്. പിന്നെ 2 വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, വേപ്പില, പിന്നെ കുറച്ച് പൊടികൾ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് അവസാനം നമുക്കൊന്ന് ഇടാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ വറുത്ത് പൊടിച്ചിട്ടുള്ള മസാലപ്പൊടിയാണ്. എല്ലാതും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, കുരുമുളക് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ വീട്ടിൽ പൊടിപ്പിക്കുന്ന മസാലപ്പൊടിയാണ്. ഇത് നമ്മൾ ലാസ്റ്റ് ഇടുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനായിട്ട് ഇടുന്നത് ഞങ്ങൾ അവിടെ ഇത്തിരി ചാറോട് കൂടി ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ അതിലിടും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, 1 കപ്പ് നാളികേരപ്പാൽ. ഇത് നമ്മൾ കുക്കറിലാണ് എല്ലാം ചെയ്യുന്നത്. കുക്കറിൽ നമുക്ക് 2 വിസിൽ വരുത്തിയാൽ ഏറ്റവും രുചികരമായി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആദ്യം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഈ സവാളയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സവാള വഴണ്ട് വരുന്നതിന് എളുപ്പമാവും. അതിനുശേഷം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, വേപ്പില ഇതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാള ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആവണ്ട. അതിനേക്കാൾ മുമ്പ് നമുക്ക് അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ പൊടികളും നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് എടുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കും. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 150 ml വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് ഞാൻ എടുത്തു വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാനതിലേക്ക് അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ടീസ്പൂൺ ഉപ്പാണ് നേരത്തെ ഇട്ടത്. അത് ഇതിന് പോരായി വരും. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ മൂടി വയ്ക്കുകയാണ്. നമ്മളിനി കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുത്താൻ പോവാണ്. നമ്മൾക്ക് 2 വിസിൽ വന്നാൽ ഇത് ഓഫ് ചെയ്തിടാം. നമ്മൾ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി 1 വിസിൽ കൂടി വന്നാൽ നമുക്കത് ഓഫ് ചെയ്തിടാം. ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ കുക്കർ വെക്കേണ്ടത്.
നമ്മൾ ഈ കുക്കറിൻ്റെ ആവി ഒരിക്കലും സ്വയമായിട്ട് നമ്മൾ കളയരുത്. അത് താനെ ഇരുന്നിട്ട് അത് എയർ മുഴുവൻ പോയി കഴിഞ്ഞ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ കുക്കർ തുറക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ 2 വിസിൽ വന്നിട്ട് കുക്കർ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തായെന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെ എയറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. വാവ്, അടിപൊളിയായിട്ട് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ചിക്കനൊക്കെ വെന്തോന്നൊന്ന് നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 വിസിലാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് അതിലേക്ക് വീണ്ടും അടുപ്പ് ഓൺ ചെയ്യാം. അതിന് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മൾ അവസാനം ഇടേണ്ടത് ഞാൻ പറഞ്ഞ മസാലപ്പൊടിയാണ്. അത് നമ്മൾ മസാലപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇത് തിളയ്ക്കണം. തിളച്ച് വരുന്ന നേരത്താണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള 1 ഗ്ലാസ് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നമുക്ക് നന്നായിട്ട് അതൊന്ന് ഫസ്റ്റ് ഒരു തള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കിയിടാം. നമ്മളുണ്ടാക്കിയ ചിക്കൻ കറി നമുക്ക് വെള്ളാപ്പത്തിൻ്റെ കൂടെ ഓട്ടപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ഞാനിന്നൊരു വെള്ളാപ്പമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല കുറുകിയ ചിക്കൻ കറിയുടെ കൂടെ നമുക്ക് ഇത് കഴിക്കാം.